നമസ്കാരം. കൊടിസുനിയുടെ കോടതി വളപ്പിലെ മദ്യപാനത്തിൽ DGP അതൃപ്തി അറിയിച്ചു അത്രേ. DGP അതൃപ്തി അറിയിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമയാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട DGP അങ്ങ് അറിയുന്നില്ലേ കൊടിസുനിക്ക് മദ്യപിക്കാനുള്ള അവസരം അങ്ങേക്കാൾ മേളിലിരിക്കുന്ന ഭരണത്തിലെ ഉന്നത തലങ്ങളിൽ നിന്ന് എന്നേ നൽകിക്കഴിഞ്ഞു. കൊടിസുനി ആദ്യമായിട്ടല്ല ഇവിടെ കോടതി വളപ്പിന് സമീപം പുറത്ത് ഹോട്ടലിലോ അല്ലെങ്കിലോ വിചാരണയ്ക്ക് കോടതിയിൽ കൊണ്ടുപോകുന്ന അവസരത്തിൽ ഇത്തരത്തിൽ മദ്യപിക്കുന്നത്. അവിടെ പുറത്തല്ലെങ്കിൽ ജയിലിനകത്ത്. ബഹുമാനപ്പെട്ട DGP റവാഡ ചന്ദ്രശേഖർ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതൃപ്തി അറിയിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്കല്പം പുതുമ തോന്നുന്നു. കാരണം താങ്കൾ ഭരിക്കുന്ന വകുപ്പിൽ താങ്കളുടെ മേൽ ഇരിക്കുന്ന അധികാരികൾ അറിഞ്ഞാണ് ഈ കൊടിസുനിയൊക്കെ പുറത്ത് ഇത്തരത്തിലുള്ള ചേഷ്ടകൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട DGP, അങ്ങ് ഇതിനെക്കുറിച്ചുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഓഫീസിൽ തന്നെയില്ല, നിങ്ങളുടെ ഒപ്പമുള്ള മറ്റ് ഓഫീസേഴ്സിനോട് ചോദിക്കൂ, അവർ പറഞ്ഞു തരും എന്താണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ കോടതി വളപ്പിന് പുറത്തായിരുന്നാലും ജയിലിലായാലും സംഭവിക്കുന്നത് എന്ന്. ഇതിന് അവസരമൊരുക്കിയ പോലീസ് ഓഫീസർമാർക്ക് എതിരെ അങ്ങയുടെ കടുത്ത വിമർശനം ഉണ്ടായി എന്നും വാർത്ത പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ പ്രതികൾ പരോളിൽ ഇറങ്ങുമ്പോൾ ഒക്കെ തന്നെ കാട്ടിക്കൂട്ടുന്ന നിരവധി പ്രക്രിയകളുടെ രഹസ്യ വിവരം ഈ പറയുന്ന രീതിയിൽ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചെറുവിരൽ പോലും പോലീസ് ഇതുവരെ അനക്കിയിട്ടില്ല. എന്തുകൊണ്ട് അനക്കുന്നില്ല? അവർക്ക് ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള കിർമാണി മനോജ് ഉൾപ്പെടെയുള്ളവർക്ക് കോടതിക്ക് പുറത്ത് ഇത്തരത്തിൽ ചേഷ്ടകൾ കാണിക്കുന്നതിന് നിങ്ങൾ DGP അല്ലെങ്കിൽ മറ്റ് പോലീസ് ഓഫീസേഴ്സ് എത്ര ഈർഷ്യത കാണിച്ചാലും അവർക്ക് ഭരണത്തിൻ്റെ തലപ്പത്ത് നിന്ന് ആവശ്യത്തിലും അതിലധികവും സംരക്ഷണം കിട്ടുന്നുണ്ട്. അവർ ഇനിയും ഇത്തരത്തിൽ പെരുമാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ താങ്കൾ മനസ്സിലാക്കാനുള്ളത്, താങ്കൾക്ക് മുന്നിൽ ഇവിടെ മറ്റൊരു പോലീസ് ഓഫീസർ, യോഗേഷ് ഗുപ്ത എന്ന പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരൊറ്റ കുറ്റം മാത്രമേ സർക്കാരിന് ചെയ്തുള്ളൂ. സർക്കാരിന് അഭിമതരായിട്ടുള്ള CPM നേതാക്കളുടെ ചില കേസുകൾ, അതായത് ബഹുമാനപ്പെട്ട കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യയുടെ ഭൂമി ഇടപാടുകളിൽ പങ്കുള്ള മറ്റു CPM നേതാക്കളിൽ സംസ്ഥാനത്തെ ഈ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഉണ്ട് എന്നും യോഗേഷ് ഗുപ്തയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. അങ്ങനെ യോഗേഷ് ഗുപ്തയ്ക്ക് അർഹമായ DGP പദവി കൊടുക്കാൻ സർക്കാരിന് സമ്മതമായിരുന്നില്ല. ഇവിടെ അങ്ങ് കൊടിസുനിയുടെ എസ്കോർട്ടിനെ ഉയർന്ന പോലീസ് ഓഫീസർമാരെ ഇനി ഏൽപ്പിക്കും എന്ന് പറയുമ്പോൾ കൊടിസുനി ഇനി മദ്യപിക്കുന്നത് ഈ പോലീസ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിലായിരിക്കുമോ സാർ എന്ന് ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഇനി അങ്ങ് ഇത്തരത്തിൽ കൊടിസുനി തുടങ്ങി കിർമാണി മനോജ് തുടങ്ങിയിട്ടുള്ള കൊടും ക്രിമിനലുകളെ തുരത്തുന്നതിന് ഈ മാർഗം ആലോചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങയുടെ സീറ്റിനും ചിലപ്പോൾ ഇളക്കം തട്ടിയേക്കുമോ എന്നൊരു സംശയമുണ്ടാകുന്നു. ചിലപ്പോൾ തട്ടിയേക്കില്ല. കാരണം അങ്ങ് വന്നത് അമിത്ഷായുടെ നിർദ്ദേശത്തോടെയാണല്ലോ. അമിത്ഷാ പറയുമ്പോൾ പിണറായി വിജയൻ എങ്ങനെ അങ്ങയുടെ സീറ്റ് തെറിപ്പിക്കും? അതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് ഇരുന്നേക്കാം. എന്നാലും അങ്ങ് കരുതുന്നത് പോലെയല്ല കൊടിസുനിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന കിർമാണി മനോജിൻ്റെയും മറ്റു പലരുടെയും ഭരണത്തിന്മേലുള്ള അല്ലെങ്കിൽ അവർക്കുള്ള സ്വാധീനം, ഭരണത്തിലെ തലപ്പത്തിരിക്കുന്നവരുമായിട്ടുള്ള അവരുടെ സ്വാധീനം അത്ര കണ്ട് വലുതാണ്. അവർ ഇന്നലെയുമല്ല മദ്യപിക്കുന്നത്, ഇന്നലെയുമല്ല പരോളിലിറങ്ങി കൊടും ക്രൂരകൃത്യങ്ങൾ, മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഒരു ഗോവിന്ദച്ചാമി ജയിൽ ചാടി, അതും അങ്ങ് വന്ന ശേഷം അതിൻ്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ജയിൽ മേലധികാരിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കേവലം 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇവിടെയും 2 പോലീസ് ഓഫീസർമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൊടിസുനിക്ക് മേൽ ഇനി നടപടി എടുക്കും എന്ന് പറയുമ്പോൾ ഒരു വേള നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് ഈ അടുത്തിടയ്ക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ AM ഷംസീറിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കൊടും ക്രിമിനൽ ഷംസീറിനെ കാണാൻ ഉണ്ടായിരുന്നു. സർ, ഇത്തരത്തിൽ കൊടും ക്രിമിനലുകളുമായി ഏറ്റവും അടുപ്പമുള്ള
ഒരു ഭരണ സമൂഹമാണ് ഇവിടെയുള്ളത് എന്ന് അങ്ങ് ഇതിനോടകം തന്നെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അങ്ങയുടെ കരിയറിന്റെ തുടക്കകാലം മുതൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൃത്യങ്ങൾ അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും. അന്ന് ആരൊക്കെ അങ്ങയെ വിമർശിച്ചോ ആ വിമർശനത്തിന്റെ ഭാഷ എങ്ങനെയായിരുന്നു എന്നും അങ്ങയ്ക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ഒരു കൊടിസുനിയല്ല, ഒരു കിർമാണി മനോജല്ല, നിരവധി കൊടിസുനിമാരും നിരവധി കിർമാണി മനോജുമാരും ആ കണ്ണൂർ ജയിലിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ കേരളത്തിലെ പല ജയിലുകളിലുമുണ്ട്. അവിടെയൊക്കെ ഒരു പോലീസ് മേലധികാരി എന്ന രീതിയിൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം ഒരു കേൾവി ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് എത്രത്തോളം നടപടി ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത് താങ്കൾക്ക് മുമ്പ് ഇവിടെ നിരവധി DGPമാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭരണകാലത്ത് ഇവരൊക്കെ തന്നെ ജയിലിലുണ്ടായിരുന്നു. അന്നും ഇവർ ഇതൊക്കെ തന്നെ കാണിച്ചിരുന്നു. അന്നും അവരെ സംരക്ഷിക്കാൻ ഇവിടെ പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാർ, അങ്ങ് ഇനി ഏതെങ്കിലുമൊക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇവർക്ക് സംരക്ഷണത്തിന് ഇവർക്ക് അകമ്പടി പോകാൻ, ഇവർ പോകുന്നിടങ്ങളിൽ പോകാൻ അങ്ങ് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് മേൽ ഇനി അവമതിപ്പ് കൂടെ നാം കേൾക്കേണ്ടി വരും. ആ ഉദ്യോഗസ്ഥർ കണ്ടു നിൽക്കെ ഇനിയും ഇവർ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ ചെയ്യില്ലെന്ന് ആര് കണ്ടു?